സംസ്ഥാനത്തെ എല്ലാ വെയർഹൌസുകളിലെയും സെക്യൂരിറ്റി ജീവനക്കാരെയാണ് ബെവറേജസ് കോർപ്പറേഷൻ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. എല്ലാവരും വർഷങ്ങളായി ജോലി ചെയ്യുന്നവർ. പിരിച്ചുവിടൽ തീരുമാനം അപ്രതീക്ഷിതം. ഇന്നലെ വൈകിട്ടാണ് ജീവനക്കാരെ മെയ് 1 മുതൽ ജോലിക്ക് വരേണ്ടെന്ന് വാക്കാൽ അറിയിക്കുന്നത്. മുൻകൂർ നോട്ടീസില്ല, രേഖാമൂലം അറിയിപ്പുമില്ല. ഇന്നലെ അവരെ വിളിച്ച് പറയാണ്, ഇന്ന് പുതിയ ആൾ വരും, അപ്പോൾ നിങ്ങളെല്ലാം മാറിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് എവിടെയാണ് നടക്കുന്നത്? അത് ഒരു മെയ് ദിനത്തിൽ തന്നെ അങ്ങനെ പറയുക എന്ന് പറയുന്ന ഒരു സർക്കാർ അങ്ങനെ പറയുക എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. 112 സെക്യൂരിറ്റി ജീവനക്കാർക്കാണ് ഈ തൊഴിലാളി ദിനത്തിൽ ജോലി നഷ്ടമായത്. 6000 മുതൽ 7000 രൂപ വരെ മാത്രമായിരുന്നു ഇവരുടെ മാസവരുമാനം. കുടുംബമായി വാടക വീട്ടിലും മറ്റും കഴിയുന്നവരാണ്. ശമ്പളം ലഭിക്കാതിരുന്ന ഈ തൊഴിലാളികളുടെ 2017 മുതലുള്ള മിനിമം വേതനവും ആനുകൂല്യങ്ങളും നൽകാൻ അടുത്തിടെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതിന് തൊട്ടുപിന്നാലെ ബെവ്കോ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവുമിറക്കി. മറ്റൊരു ഏജൻസിക്ക് കരാർ നൽകിയതുകൊണ്ടാണ് നിലവിലെ ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് ബെവ്കോ വിശദീകരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.